Hi friends, welcome to my channel Yarn to Masterpiece. ഇന്ന് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ക്രോഷ്യ ബ്ലാങ്കറ്റ് ആണ്. ഇത് ന്യൂ ബോൺ സൈസിലാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. 50 സെന്റിമീറ്റേഴ്സ് വിഡ്ത്തും 60 സെന്റിമീറ്റേഴ്സ് ലെങ്ത്തിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് എനിക്ക് വന്നിരിക്കുന്ന യാൺ വെയിറ്റ് അറൗണ്ട് 150 ഗ്രാംസ് ഓഫ് യാണാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വൈറ്റ് കുറച്ച് കൂടുതൽ വേണം, പിങ്ക് വളരെ കുറച്ച് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്രോക്സിമേറ്റ് ഒരു 150 ഗ്രാംസ് ഓഫ് യാൺ മതിയായിരുന്നു. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ക്രോഷ്യ ഹുക്ക് സൈസ് 3 മില്ലിമീറ്റർ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെടുത്തിരിക്കുന്നത് ഞാൻ 4 പ്ലൈ അക്രലിക് യാണാണ്, വർദ്ധമാൻ്റെ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് നേരെ അടിയിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ക്രോഷ്യയിലോട്ട് വലിച്ചെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയിൻസ് ആണ് ചെയ്യേണ്ടത്. ചെയിൻ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ 90 ചെയിൻസ് ആണ് ചെയ്യേണ്ടത്. 90. ഞാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞല്ലോ 50 × 60 സെൻറ്റിമീറ്റർ ആണ്. അതിന് ഈ ഒരു 90 ചെയിൻസ് കറക്റ്റായിരിക്കും. നിങ്ങൾക്കിനി ഇതിലും കൂടുതൽ ലെങ്ത്തോ വിഡ്ത്തോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീട്ടത്തിൽ ചെയിൻസ് ചെയ്താൽ മതി. ബാക്കി പാറ്റേൺ ഒക്കെ സെയിം തന്നെ. അപ്പം ഞാൻ 90 ചെയിൻസ് ചെയ്തു. ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ആണ് ഈ ഒരു ഇതിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് യാൺ ഓവർ ഇവിടെ നിന്ന് 3rd ചെയിനിലോട്ട് 1 2 3 ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയെടുക്കുക. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്സിൽ കടത്തിയെടുക്കുക. യാൺ ഓവർ 1 മോർ. അഗെയിൻ ഈ സെയിം സ്പേസിൽ 1 മോർ ഡബിൾ ക്രോഷ്യ. ഈ ഒരു സെയിം ചെയിനിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരേ ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്തത്. ഇനി നെക്സ്റ്റ് 1 ചെയിൻ സ്കിപ്പ് ചെയ്യുക. സെക്കൻഡ് 1ൽ അഗെയിൻ ഡബിൾ ക്രോഷ്യ 1 സെയിം സ്പേസിൽ 1 മോർ ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് 1ൽ 2 ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ തന്നെ. നെക്സ്റ്റ് 1 സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് 1ൽ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പാറ്റേണിൽ ഫുൾ വരും. നെക്സ്റ്റ് 1 സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് 1ൽ 2 ഡബിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഫുൾ ഇതുപോലെ ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതം. നെക്സ്റ്റ് 1 സ്കിപ്പ് ചെയ്തു. അങ്ങനെ ചെയ്തെടുത്തു. ഇപ്പോൾ ലാസ്റ്റ് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇത് സ്കിപ്പ് ചെയ്യുക. ലാസ്റ്റ് 1ലോട്ട് ഫിനിഷ് ചെയ്യാൻ നമുക്ക് 1 ഡബിൾ ക്രോഷ്യ. ഇതിൽ ഇൻക്രീസ് ഇല്ല കേട്ടോ. ലാസ്റ്റ് 1ൽ മാത്രം 1 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഫിനിഷ് ചെയ്യുക. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയിൻ 3 ചെയ്യുക. നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ചെയ്ത ഓരോ വി സ്റ്റിച്ചിൻ്റെയും ഉള്ളിലോട്ട് അഗെയിൻ അനദർ വി സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ ക്രോഷ്യ 1 സെയിം സ്പേസിൽ തന്നെ 1 മോർ. നെക്സ്റ്റ് വി സ്റ്റിച്ചിലോട്ട് ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് 1ൽ ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബ്ലാങ്കറ്റ് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു വി സ്റ്റിച്ചാണ് ഫുൾ ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റിച്ചിലോട്ട് 2 ഡബിൾ ക്രോഷ്യ വീതം. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ എൻഡ് വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി ഫുൾ ചെയ്തെടുത്തു. ഇത് ഫിനിഷ് ചെയ്യാനായിട്ട്
ലാസ്റ്റ് വണ്ണിലൊരു വി സ്റ്റിച്ച് ചെയ്തു. നമ്മൾ ഫസ്റ്റ് സ്കിപ്പ് ചെയ്ത ഈ ഒരു ചെയിൻ 3 ഉണ്ടല്ലോ, ഈ ഒരു ചെയിൻ 3 സ്പേസിലോട്ട് 1 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഫിനിഷ് ചെയ്യാം. അപ്പോഴാണ് ഈ ഒരു ബോർഡർ കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. ഈ ഒരു 1 ഡബിൾ ക്രോഷ്യ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് റൗണ്ട് ഇതുപോലെ തന്നെ ചെയിൻ 3 ചെയ്യുക, നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. ഈ ഒരു വി സ്റ്റിച്ചിൻ്റെ ഉള്ളിലോട്ട് 2 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിലോട്ട് 2 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഇങ്ങനെ ചെയ്തു പോവാം. നമ്മുടെ ബ്ലാങ്കറ്റ് ഞാൻ ചെയ്യുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാനൊരു 58 സെൻറ്റിമീറ്റർ വരെ ഈ ഒരു പാറ്റേൺ ചെയ്യും. ബാക്കി 2 സെൻറ്റിമീറ്ററോളം നമുക്ക് ബോർഡർ ചെയ്യുമ്പോൾ ഇൻക്രീസ് ആവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫുൾ ചെയ്തെടുക്കുക. ഇത്തിരി ഒരു സമയം എടുക്കും കേട്ടോ. ഫുൾ ഈ ഒരു പാറ്റേണിൽ ചെയ്ത് അൺടിൽ 58 സെൻറ്റിമീറ്റേഴ്സ് ആവുന്നത് വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ളൊരു ലെങ്ത്ത് ചെയ്തെടുത്തു. ഈ അറ്റം തൊട്ട് ഈ ഒരു അറ്റം വരെ ഫുൾ ലെങ്ത്ത് 60 സെൻറ്റിമീറ്റേഴ്സായി. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 50. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആവശ്യമുള്ളൊരു ലെങ്ത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് വൈറ്റ് കളർ യാൺ കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു കോർണറിൽ ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്ത് ഫിനിഷ് ചെയ്തു. യാൺ കട്ട് ചെയ്യാം. ഇതിന് ജസ്റ്റ് ഉള്ളിലോട്ടെടുത്ത് ഇതുപോലെ ടൈറ്റൻ ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് പിങ്ക് കളർ യാൺ എടുക്കാം. പിങ്ക് കളർ യാൺ ഇതിലോട്ട് ബോർഡർ ചെയ്യാനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വീട് ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു പാർട്ടിൽ ഈ ഒരു വീട് ഉള്ളിലോട്ട് നമ്മുടെ യാൺ കടത്തിയെടുക്കാം. ചെയിൻ 2 സെയിം സ്പേസിൽ തന്നെ 1 മോർ ഡബിൾ ക്രോഷ്യ. നമ്മുടെ ഫസ്റ്റ് വി സ്റ്റിച്ചായി. ഇനി തൊട്ടപ്പുറത്തേലോട്ട് എഗെയിൻ നെക്സ്റ്റ് വി സ്റ്റിച്ച്, ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 2, നെക്സ്റ്റ് വണ്ണിൽ ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 2. ഇങ്ങനെ നമുക്ക് ഓരോ വി സ്റ്റിച്ചിൻ്റെ ഉള്ളിലും ചെയ്തു പോവാം. ഞാൻ ലാസ്റ്റ് വിയിലോട്ട് എത്തി. നമുക്ക് കോർണർ ചെയ്യാനായിട്ട് ഈ ഒരു പാർട്ടിലോട്ട് ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 2, ചെയിൻ 1. ഇതിലോട്ട് തന്നെ സെയിം സ്പേസിൽ തന്നെ 1 മോർ ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ബോർഡർ ചെയ്തെടുക്കാം. ഇനി അഗെയിൻ നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. ഫുൾ ഈ ഒരു അറ്റം തൊട്ട് നെക്സ്റ്റ് എൻഡ് വരെ ഇതുപോലെ ഓരോ സ്പേസിലും 2 ഡബിൾ ക്രോഷ്യ, അതായത് നമ്മുടെ വി സ്റ്റിച്ച് ചെയ്തു പോവാം. ഇനി ഈ ഒരു പാറ്റേണിൽ ഫുൾ ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് കോർണർ എത്തുമ്പോൾ എഗെയിൻ ഈ ഒരു സ്പേസിൽ ഡബിൾ ക്രോഷ്യ 2 എണ്ണം ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, എഗെയിൻ 2 മോർ ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്കിത് ഫിനിഷ് ചെയ്യാനായിട്ട് ലാസ്റ്റ് വണ്ണിലൊരു വി ചെയ്തു. നമ്മളിവിടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് ചെയിൻ 3 ഉണ്ടല്ലോ, അതിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. ഫുൾ ബോർഡർ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി 1 മോർ റൗണ്ട് സെയിം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ചെയിൻ 3, ഈ ഒരു വി സ്റ്റിച്ചിൻ്റെ ഉള്ളിലോട്ട് 1 മോർ വി. ഇത് വി സ്റ്റിച്ചായി. ഈ ചെയിൻ 3 1 ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നെക്സ്റ്റ് വണ്ണിൽ അഗെയിൻ 2 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ അഗെയിൻ 2 ഡബിൾ ക്രോഷ്യ. നമ്മൾ ലാസ്റ്റ് ചെയ്ത സെയിം റൗണ്ട് തന്നെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം കേട്ടോ.
ഈ എക്സ്ട്രാ വരുന്ന യാണൊക്കെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം. സോറി, അപ്പോൾ അഗെയിൻ കോർണർ സ്റ്റിച്ചിലെത്തി. കോർണർ സ്റ്റിച്ച് വരുമ്പോൾ ഇതിലോട്ട് ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2, അഗെയിൻ ചെയിൻ 1. നെക്സ്റ്റ് വീലോട്ട് ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2. ഈ നെക്സ്റ്റ് വീലോട്ട് അഗെയിൻ ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് നമുക്ക് ചെയ്തെടുക്കാം. ഈ റൗണ്ട് ഫുൾ ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ഈ ചെയിൻ 3 സ്പേസ് ഉണ്ടല്ലോ, ഇതിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. എക്സ്ട്രാ വരുന്ന യാണൊക്കെ ഇതുപോലെ ഉള്ളിലോട്ട് കടത്തി കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരെണ്ണം കുറച്ച് വലിയ ഫ്ലവറും ഒരെണ്ണം ചെറിയ ഫ്ലവറും, അങ്ങനെ ചെറുത് 3 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. 1, 2 and 3, വലുത് 2 എണ്ണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്മോൾ ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1. ഇതിൻ്റെ ഉള്ളിലോട്ട് 12 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലോട്ട് 1, 2, 3 ഹാഫ് ഡബിൾ ക്രോഷ്യ കേട്ടോ. 4, 5, 6, 7, 8, 9, 10, 11 and 12. 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ഈ മാജിക് സർക്കിൾ ക്ലോസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ 1 സ്പേസിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഞാൻ കട്ട് ചെയ്യാം കേട്ടോ, വൈറ്റ് കളർ. നെക്സ്റ്റ് നമുക്ക് പിങ്ക് കളർ യാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയിൻസ് ആണ് ചെയ്യുന്നത്. ചെയിൻ 12, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇനി തുടങ്ങിയ സെയിം സ്പേസിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി തൊട്ടപ്പുറത്ത് ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതിലോട്ട് അഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 12, 12 സെയിം സ്പേസിൽ അഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ അഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ ഒരു പാറ്റേണിൽ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ചെയിൻസ് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇങ്ങനെ നമുക്ക് ഓരോ സ്റ്റിച്ചിലും ചെയ്തെടുക്കാം. മൊത്തം 12 ടൈംസ് ഈ ഒരു പെറ്റൽസ് ഇതുപോലെ വരും. ഞാനിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ച് വരെ ചെയ്തു. ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇതിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഈ ആൺ ജസ്റ്റ് ഉള്ളിലോട്ട് കടത്തി ടൈറ്റും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ സ്മോൾ ഫ്ലവർ റെഡിയായി.
ഞാനിത് ഗമ്മ് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ബിഗ് ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരെണ്ണം. ഇത് ചെയ്യാനായിട്ട് എഗെയിൻ ഒരു മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1. ഇതിൻ്റെ ഉള്ളിലോട്ട് 6 ഹാഫ് ഡബിൾ ക്രോഷ്യ. 1 2 3 4 5 ആൻഡ് 6. സർക്കിൾ ക്ലോസ് ചെയ്യാം. ഈ ഒരു ചെയിൻ 1 സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് റൗണ്ട് 2 ചെയ്യാനായിട്ട് ഈ ചെയിൻ 1. ഇനി ഓരോ സ്റ്റിച്ചസിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു പോകാം. ടോട്ടൽ 12 ഹാഫ് ഡബിൾ ക്രോഷ്യ ഉണ്ട് കേട്ടോ. സെയിം സ്പേസിൽ തന്നെ 1 മോർ. സെയിം സ്പേസിൽ തന്നെ 1 മോർ ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ അഗെയിൻ ഹാഫ് ഡബിൾ ക്രോഷ്യ 1. സെയിം സ്പേസിൽ തന്നെ 1 മോർ. നെക്സ്റ്റ് വണ്ണിൽ 1 ആൻഡ് 2. ഇങ്ങനെ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. 8 ആയി. 9 ആൻഡ് 10. ലാസ്റ്റ് 11 ആൻഡ് 12. ഈ ഒരു ചെയിൻ 1 സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി നെക്സ്റ്റ് നമ്മുടെ പിങ്ക് കളർ ചെയ്യാൻ എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ. നേരത്തെ നമ്മൾ 12 ചെയിൻസ് ചെയ്ത്, ഇത് ബിഗ് ഫ്ലവർ ആയതുകൊണ്ട് നമുക്ക് 15 ചെയിൻസ് ചെയ്തെടുക്കാം. ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 ആൻഡ് 15. ഇവിടെ നിന്ന് സെയിം സ്പേസിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ അഗെയിൻ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 15. സെയിം സ്പേസിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഇതുവരെ ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ യാൺ ടു മാസ്റ്റർ പീസ്, അതിൽ മെസ്സേജ് അയച്ചാലും മതി. നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഇതിൻ്റെ എൻഡ് വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി. ഈ സ്റ്റാർട്ടിങ്ങിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഈ ഒരു പാറ്റേണിൽ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടിയും ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് വലുത്, ഇത് ചെറുത്. അപ്പം നമ്മുടെ ബ്ലാങ്കറ്റ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. See you in next video. Bye bye.